നന്മകളിൽ ഏറ്റവും മുന്നേറിയവരാരാണ്? സ്വഹാബികളാണ്. അപ്പം ബദർ യുദ്ധത്തിന് ശേഷം സ്വഹാബികൾ ജീവിച്ചില്ലേ? ധാരാളം വർഷങ്ങൾ സ്വഹാബികൾ ജീവിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ റമദാൻ 17 എന്നൊരു ദിവസം വന്നിട്ടില്ലേ? ഉണ്ട്. എന്നാൽ അവരാരെങ്കിലും അന്ന് പ്രത്യേകമായ പരിപാടികൾ നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും സ്വഹാബികൾ അന്ന് പ്രത്യേകമായി കൊണ്ട് ബദരീങ്ങളുടെ മാലയും മൗലീദും പാരായണം ചെയ്തിട്ടുണ്ടോ? ഇല്ല. അന്ന് പ്രത്യേകമായി കൊണ്ട് ആളുകൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അന്ന് പ്രത്യേകമായ പരിപാടികൾ നടത്തിയിട്ടുണ്ടോ? ഇല്ല. സഹാബികൾക്ക് ശേഷമുള്ള താബിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല. താബിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അവരും ചെയ്തിട്ടില്ല. അപ്പൊ അവർക്കൊന്നും ദീനിൽ പരിചയമില്ലാത്ത ഒരു കാര്യം നമുക്കും ആവശ്യമില്ല. അത്രയുള്ളൂ കാര്യം. ഇതാണ് സലഫികളുടെ പ്രത്യേകത. സഹാബികളും താബിയങ്ങളും താബിയങ്ങളും എങ്ങനെയാണോ ദീനിനെ മനസ്സിലാക്കിയത് അങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവരെയാണ് സലഫികളെ പിൻപറ്റുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിലെ സമസ്തക്കാരുടെ അവസ്ഥ എന്താ? അവര് ഷിയാക്കളെയും സൂഫികളൊക്കെയാണ് പിൻപറ്റുന്നത്. അതുകൊണ്ടാണ് 900 ബിദ്അത്തുകൾ ചെയ്യുന്നത്.